എപ്പിസോഡ് 481. എൻ്റെ മകൻ വരും. സിദ്ധാർത്ഥ വിളിച്ചപ്പോൾ മല്ലികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഭൈരവിൻ്റെ കയ്യിലാണ് മല്ലികയെ കിട്ടിയിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ താൻ സ്നേഹിക്കുന്ന ആളാണ് മല്ലിക അമ്മ. അതുകൊണ്ട് തന്നെ താൻ അമ്മയ്ക്കു പകരം കാണുന്ന ആ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയാൽ അവർ പറയുന്നത് എന്തും താൻ അനുസരിക്കുമെന്ന് ഗീത കരുതുന്നുണ്ട്. അതാലോചിക്കുമ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത വിഷമം തോന്നുന്നു. വിശ്വനാഥൻ അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ നേർക്ക് നോക്കി പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്. ഉടനെ ഈ ഓഡിയോ ക്ലിപ്പും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലി. അവിടെ ചെന്ന് പരാതി കൊടുക്ക്. മല്ലികയുടെ ജീവൻ അപകടത്തിലാണ്. വിശ്വനാഥൻ വെപ്രാളത്തോടെയാണ് അത് പറഞ്ഞത്. ഇതൊന്നും വെച്ച് പോലീസിൽ ഭൈരവനെ കസ്റ്റഡിയിൽ എടുക്കാനൊന്നും പറ്റില്ല. അവൻ ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്. പോലീസിനെ ഇടപെടുത്താതെ മല്ലികാമ്മയെ എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ട് വരണം. ഭൈരവൻ്റെ താവളം അവൻ്റെ ക്ലബ്ബാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. മല്ലികാമ്മ അവിടെ തന്നെ ഉണ്ടാകും. സിദ്ധാർത്ഥിൻ്റെ ഊഹം ശരിയാണെന്ന് നീലമിക്കും തോന്നി. ഭൈരവൻ്റെ സകല കാര്യങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ആളുകൾക്കും ആ ക്ലബ്ബിലാണ് ഉണ്ടാവുന്നത്. ആ ക്ലബ്ബിൽ തന്നെയാണ് നീലിമയും തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നത്. അവിടെ തന്നെയാവും മല്ലികയും കൊണ്ടുപോയിരിക്കുന്നതെന്ന് അവർ ഊഹിച്ചു. സിദ്ധാർത്ഥിൻ്റെ ഊഹം ശരി തന്നെയായിരുന്നു. ഭൈരവ് മല്ലികയെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു മുറിയിൽ അടച്ചു വെച്ചിരുന്നു. മല്ലികയ്ക്ക് പതിയെ ബോധം തെളിഞ്ഞു തുടങ്ങി. താൻ എവിടെയാണുള്ളത് എന്നറിയാതെ അവർ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. എവിടെയാണ് താനെന്നും ആർക്കൊപ്പമാണ് താനുള്ളതെന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാഴ്ച തെളിഞ്ഞു തുടങ്ങിയപ്പോൾ മുന്നിൽ ഭൈരവ് നിൽക്കുന്നത് മല്ലിക കണ്ടു. അയാളെ മുൻപ് കണ്ട പരിചയമൊന്നും അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് മല്ലിക ചോദിച്ചു, ആരാ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മല്ലികയുടെ ചോദ്യം കേട്ട് ഭൈരവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരാവശ്യമുണ്ട്. ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. പക്ഷേ ആദ്യം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കണം. എന്ത് കാരണത്തിലാണ് വെറും ഒരു വീട്ടു ജോലിക്കാരിയായ തന്നെ തട്ടിക്കൊണ്ടുവന്നതെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ ചോദിച്ചു, ഞാനെന്തിനാ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കണം? മല്ലിക ചോദിച്ചത് കേട്ട് ഭൈരവ് പറഞ്ഞു, നിങ്ങൾ പേടിക്കുന്ന പോലെയുള്ള കാര്യമൊന്നുമല്ല. എനിക്കൊരു വീഡിയോ വേണം. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആ വീഡിയോയിൽ സംസാരിക്കണം. ആ ഒരു ഉപകാരം മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. ഭൈരവ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി. ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരം? മല്ലിക ചോദിച്ചു. സാധാരണ ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാറില്ല. പക്ഷേ നിങ്ങളോട് പറയാം. സിദ്ധാർത്ഥിനെയും അവൻ്റെ ഭാര്യയെയും ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ആ വീഡിയോ. നിങ്ങളൊന്ന് സഹകരിച്ചാൽ നിങ്ങൾക്ക് ഉടനെ തിരിച്ചു പോകാം. അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. മല്ലിക അത് കേട്ട് വെപ്രാളത്തോടെ അവനെ നോക്കി. സ്വന്തം കുട്ടികളെ പോലെ കരുതുന്ന സിദ്ധാർത്ഥിനെയും നീലിമയ്ക്കും ആപത്ത് വരുത്തുന്ന കാര്യങ്ങളൊന്നും മല്ലിക ചെയ്യുകയില്ലെന്നും ഭൈരവിന് അറിയാമായിരുന്നു. പക്ഷേ എങ്കിലും തൻ്റെ ജീവൻ ആപത്ത് വരുമ്പോൾ അവർ സ്വന്തം ജീവൻ രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്ന് അവൻ ആലോചിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ജീവനെ കുറിച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അവരെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. എന്നോട് സഹകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഭൈരവ് പറഞ്ഞത് കേട്ട് മല്ലിക പറഞ്ഞു, എന്ത് തന്നെ സംഭവിച്ചാലും ഇത് ഞാൻ ചെയ്യില്ല. എൻ്റെ കുട്ടികളെ എനിക്ക് അങ്ങനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. അവരുടെ ആത്മാർത്ഥത കണ്ട് ഭൈരവ് ദേഷ്യത്തോടെ അവരെ നോക്കി. നിങ്ങളുടെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ സ്വന്തം ജീവൻ്റെ കാര്യം മറക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഭൈരവ് ഭീഷണിയോടെ സ്വരത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അത് മല്ലികയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ടും മല്ലിക അവൻ്റെ ഭീഷണിക്ക് തയ്യാറായില്ല. അവരുടെ ദൃഢനിശ്ചയം കണ്ട് ഭൈരവ് പറഞ്ഞു, പട്ടിണി കിടന്ന് ചാവണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. പക്ഷേ എൻ്റെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് ഞാൻ വിടാൻ പോകുന്നില്ല. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മല്ലികയെ നോക്കി ദേഷ്യത്തോടെയാണ് ഭൈരവ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മല്ലിക ധൈര്യത്തോടെ അവനെ നോക്കി പറഞ്ഞു, ഇത്രയും നേരം എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എന്നെ ഇവിടെ വിടുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ ജീവനെങ്കിലും ബാക്കി കിട്ടും. കാരണം എൻ്റെ മകനെക്കുറിച്ച് അറിയാമല്ലോ. എന്നെ ഉപദ്രവിക്കാൻ നീ ശ്രമിച്ചു എന്നറിഞ്ഞാൽ ഉറപ്പായും അവൻ നിന്നെ കാണാൻ ഒരു വരവ് വരും. അതിനു മുൻപ് എന്നെ വിട്ടാൽ നിനക്ക് കൊള്ളാം. മല്ലിക സിദ്ധാർത്ഥിൻ്റെ ഒരു കാര്യം പറയുന്നത് കേട്ട് ഭൈരവ് അവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ആ സ്ത്രീയുടെ തൻ്റെ ഇടം സിദ്ധാർത്ഥിനോടൊപ്പം കൂടിയതുകൊണ്ട് കിട്ടുമെന്ന് അവൻ കരുതി. മല്ലികയോട് ഇനി സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ ഒരു കത്തിയെടുത്ത് അവരുടെ നേർക്ക് വന്നു. വേണ്ടി വന്നാൽ അവർ തീർത്ത് കളഞ്ഞേക്കാനും ഗീത പറഞ്ഞു. പക്ഷേ ഭൈരവൻ അപ്പോൾ മല്ലികയെ ഉപദ്രവിക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവൻ അവരെ ഭയപ്പെടുത്താൻ മാത്രമാണ് കത്തിയെടുത്തത്. മല്ലിക നന്നായി ഭയന്നു പോയിരുന്നു. അവളുടെ മുഖത്ത് വല്ലാത്ത ഒരു വെപ്രാളം പ്രകടമായിരുന്നു. കത്തിയും എടുത്ത് ഭൈരവ് തൻ്റെ അടുത്ത് വരുന്നത് കണ്ട് മല്ലിക നിലവിളിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം വീട്ടിൽ സിദ്ധാർത്ഥും നീലിമയും അശ്വിനും എല്ലാം വെപ്രാളത്തിലായിരുന്നു. ഇക്കാര്യങ്ങളൊന്നും കുഞ്ഞിന് ബാധിക്കാതിരിക്കാൻ സിദ്ധാർത്ഥ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം മല്ലികയെ അശ്വിന് വളരെയധികം ഇഷ്ടമാണ്. മല്ലികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവന് അത് സഹിക്കില്ലെന്നും സിദ്ധാർത്ഥിന് അറിയാം. നീലിമയെ വിഷമത്തിലായിരുന്നു. അവൾക്ക് മല്ലികയെ ഭൈരവ് തട്ടിക്കൊണ്ടുപോയ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പ്രയാസം തോന്നി. ഒരു വൃദ്ധയായ സ്ത്രീയെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുവാനും മാത്രം മോശമായ ഒരുത്തനാണ് ഭൈരവ് എന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല. അതിൻ്റെ നേട്ടലും ഭയവും അവളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. സിദ്ധാർത്ഥ് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ കൂട്ടു നിൽക്കുമെന്നും അവൾ തീരുമാനിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവൻ്റെ ക്ലബ്ബിലേക്ക് എത്തണം. അത് കേട്ടപ്പോൾ നീലിമ അവനോട് പറഞ്ഞു, മല്ലിക അമ്മ അവൻ്റെ കയ്യിലായതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകണമെങ്കിൽ. അല്ലെങ്കിൽ എടുത്തു ചാടി ഒന്നും ഉടനെ ക്ലബ്ബിൽ ചെന്നാൽ നമ്മളെ കൂടി അവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതിന് നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ? സിദ്ധാർത്ഥ് അവനോട് ചോദിച്ചു. അപ്പോൾ നീലിമ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എടുത്തു ചാടി അവിടേക്ക് ചെന്നാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും.
ഇപ്പോൾ വേണ്ടത് സമീപനം മാത്രമാണ്. അക്രമികൾ എന്തായാലും നിങ്ങളെ വിളിക്കുന്ന കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ എന്തെങ്കിലും നീക്കം അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് മതി ക്ലബിലേക്ക് പോകുന്നത്. അത് കേട്ട് സിദ്ധാർത്ഥ് സോഫയിൽ ചെന്നിരുന്നു. അവന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു. അവൻ വീണ്ടും മല്ലികയുടെ ഫോണിൽ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ അപ്പോഴും ഓഫ് തന്നെയായിരുന്നു. അശ്വിനും അവനോടൊപ്പം സോഫയിൽ വന്നിരുന്നു. ഗീതയുടെ കൂടെ ജീവിക്കാൻ പോലും വിശ്വനാഥന് ഇപ്പോൾ ഭയം തോന്നി തുടങ്ങിയിരുന്നു. മല്ലികയെ രക്ഷിക്കാൻ സിദ്ധാർത്ഥിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. അതാണ് അയാൾ ഓടിപ്പെട്ടെന്ന് സിദ്ധാർത്ഥിനടുത്തേക്ക് വന്നത്. നീലിമ തന്നെ വിശ്വസിക്കില്ലെന്നും അയാൾക്കറിയാം. കൂടുതൽ നേരം താൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ലെന്ന് വിശ്വനാഥിന് തോന്നി. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ അയാൾ അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥ് മല്ലികയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന വിശ്വനാഥിനെ നോക്കി അവൻ പറഞ്ഞു, എന്തെങ്കിലും വിവരം കിട്ടിയാൽ അച്ഛനെ ഞാൻ വിളിക്കാം. ശരി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ ഇറങ്ങിപ്പോയി. അതിനുശേഷം സിദ്ധാർത്ഥ് വാതിലടച്ച് അകത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അശ്വിൻ അവനോട് ചോദിച്ചു, മല്ലിക മുത്തശ്ശി ഓക്കെ അല്ലേ ഡഡി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് പേടിയാവുന്നു. അത് കേട്ട് സിദ്ധാർത്ഥ് അവനോട് പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, നമ്മൾക്ക് മുത്തശ്ശിയെ ഉടനെ തന്നെ രക്ഷിക്കാം. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അശ്വിനും വളരെയധികം ആശ്വാസം തോന്നി. അച്ഛൻ വെറും വാക്ക് പറയാറില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. എല്ലാവരും മല്ലികയെക്കുറിച്ചുള്ള ആശങ്കയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അവരുടെ വീടിൻ്റെ മുൻപിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നിയത്. ആദ്യം കണ്ടത് അശ്വിനാണ്. അവൻ സിദ്ധാർത്ഥിൻ്റെ നേർക്ക് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന തരത്തിൽ ആംഗ്യം കാണിച്ചു. സിദ്ധാർത്ഥ് അങ്ങോട്ട് നോക്കി. അവനും അവിടെ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം അറിയാൻ തുടങ്ങി. സത്യത്തിൽ അവിടെ അപ്പോൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. അവർ മല്ലികയെ അന്വേഷിച്ച് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വാതിലിൻ്റെ അരികത്തേക്ക് അക്രമികൾക്ക് എളുപ്പത്തിൽ അകത്ത് കിടക്കാൻ സാധിക്കുമെന്ന് അറിയാമായിരുന്നു. ഓർത്തപ്പോൾ സിദ്ധാർത്ഥിന് ആകെ വെപ്രാളം തോന്നി. അവൻ നീലിമയോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ ചെന്ന് തുറന്നു നോക്കട്ടെ. സിദ്ധാർത്ഥ അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ചെന്നു. നീലിമയ്ക്ക് ഭയം ഉണ്ടായിരുന്നു. അവൾ അശ്വിനെ ചേർത്ത് പിടിച്ച് മാറി നിന്നു. സിദ്ധാർത്ഥ് ചെന്ന് വാതിലിൻ്റെ നോബ് പിടിച്ച് തിരിച്ചു. മുമ്പിൽ ഒരു അക്രമി ഉണ്ടെങ്കിൽ എങ്ങനെ നേരിടണമെന്ന് അവൻ മനസ്സിന് പറഞ്ഞു പാകപ്പെടുത്തിയ ശേഷമാണ് വാതിൽ തുറന്നത്. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ അവൻ ആശ്ചര്യത്തോടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ്റെ പിറകിലേക്ക് നോക്കിയ നീലിമ മറ്റൊരു കാഴ്ച കണ്ടു. സിദ്ധാർത്ഥിൻ്റെ പിറകിൽ ഒരു കവർ കിടക്കുന്നുണ്ട്. നീലിമ വെപ്രാളത്തോടെ പിറകിലേക്ക് നോക്കുന്നത് കണ്ടപ്പോഴാണ് സിദ്ധാർത്ഥ അത് ശ്രദ്ധിച്ചത്. ഒരു ലെറ്റർ കവറായിരുന്നു അത് കവർ കയ്യിലെടുത്ത് സിദ്ധാർത്ഥ അകത്തേക്ക് വന്നു. എന്നിട്ട് നീലിമയോട് പറഞ്ഞു, ഇതാരായിരിക്കും ഇവിടെ കൊണ്ട് വെച്ചത്? സിദ്ധാർത്ഥിൻ്റെ ചോദ്യം കേട്ട് നീലിമ അവൻ്റെ നേർക്ക് നോക്കി. അവൾക്കും വ്യക്തമായി ഉത്തരം പറയാൻ സാധിച്ചില്ല. അവൻ മറ്റൊന്നും പറയാതെ കവർ തുറക്കാൻ ശ്രമിച്ചു. അതിൽ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മല്ലികയുടെ കുറച്ച് ഫോട്ടോകളായിരുന്നു. അവരെ ഉപദ്രവിക്കുന്നതിൻ്റെ, അവർ കൈകുമ്പി നിൽക്കുന്നതിൻ്റെ, കരയുന്നതിൻ്റെയും ഫോട്ടോസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ഫോട്ടോകൾ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് രക്തം തിളച്ചു. അവൻ ദേഷ്യത്തോടെ ആ ഫോട്ടോകൾ ടേബിളിലേക്ക് ഇട്ടു. അപ്പോഴാണ് അതിലൊരു കത്തിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. നീലിമ അത് കയ്യിലെടുത്തു. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, നിനക്ക് ഞാൻ 2 ദിവസത്തിന് സമയം തരാം സിദ്ധാർത്ഥ. അതിനുള്ളിൽ നീലിമയെ വിവാഹമോചനം ചെയ്യണം. എങ്കിൽ മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് മല്ലിക. അതുകൂടി കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കോപം ഇരട്ടിച്ചു. ഭൈരവനെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടില്ല എന്ന് സിദ്ധാർത്ഥ് തീരുമാനിച്ചിരുന്നു. ഈ സമയം മറുവശത്ത് ഭൈരവനെ കാണാൻ അവൻ്റെ ക്ലബിലേക്ക് ഗീത വന്നു. ഭൈരവൻ്റെ സഹായി സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ കത്തും ഫോട്ടോകൾ അടങ്ങിയ കവറുകൾ വെച്ച ശേഷം എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവർ ഭൈരവനോട് ചോദിക്കാൻ ആഗ്രഹിച്ചു. ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ, എനിക്ക് കുറച്ച് സമയം തരണം. നീ എൻ്റെ വീട്ടിൽ കയറി ചെന്ന് ഒന്ന് കൊല്ലും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കാര്യം ഞാൻ ലോക്കൽ കോഡൊന്നുമല്ല എന്നറിയാലോ, ഭൈരവ് പറഞ്ഞു. അപ്പോൾ ഗീത അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു, നീ ലോക്കൽ ഗുണ്ടയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി നിന്നെ കൂട്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നടക്കണം. അത് കേട്ടപ്പോൾ ഭൈരവ് പറഞ്ഞു, എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. എനിക്ക് വ്യക്തമായി അറിയാം. നിങ്ങളെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. ഭൈരവ് പറഞ്ഞത് കേട്ട് ഗീത ആകെ അതിശയിച്ചു പോയി. കാരണം അവൻ അങ്ങനെ സംസാരിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവളുടെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതികൾ ഇങ്ങനെയുമായിരുന്നില്ല. മല്ലികയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തണം മാത്രമായിരുന്നു ഗീതയുടെ പ്ലാൻ. പക്ഷേ ഭൈരവ് അങ്ങനെയല്ല ചെയ്തത്. ഫോട്ടോകളിൽ അല്പം കൂടി ഭീകരത തോന്നിപ്പിക്കാൻ വേണ്ടി അവൻ മല്ലികയെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് അവരുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കുമെന്ന് ഗീതയ്ക്കറിയാം. കാരണം മല്ലിക പ്രായം ചെന്ന സ്ത്രീയാണ്. ഇതെല്ലാം മുൻപേ ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് ഗീത ആലോചിച്ചു. സത്യത്തിൽ ചാർലിയെ കൊന്നത് മുതൽ ഗീതയ്ക്ക് നല്ല വേവലാതിയുണ്ട്. ആ വേവലാതികളൊന്നും ഗീത ഭൈരവനെ അറിയിച്ചില്ല. മാത്രമല്ല, തന്നെ അന്വേഷിച്ച് പോലീസ് എങ്ങാനും വരുമോ എന്ന ഭയം നിരന്തരം ഗീതയ്ക്കുണ്ടായിരുന്നു. ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും അവർക്ക് മുൻപുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടയായിട്ട് അവർക്ക് മനസ്സിന് വല്ലാത്ത മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നീലിമ കാരണമാണ് ഇതെല്ലാം എന്ന് അവർ സ്വയം ആശ്വസിച്ചു. എന്നാൽ താൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ അവർക്ക് ചെറുതായി തോന്നി തുടങ്ങി. ഭൈരവ് താൻ പറയുന്നതൊന്നും അനുസരിക്കാതെ അവൻ്റെ സ്വന്തം പദ്ധതി അനുസരിച്ചാണ് ഇപ്പോൾ പെരുമാറുന്നത്. അത് വളരെ അധികം ബുദ്ധിമുട്ടുകൾ മല്ലികയ്ക്കും സിദ്ധാർത്ഥിനും നീലിമയ്ക്കും ഉണ്ടാക്കുമെന്ന് ഗീതയ്ക്ക് അറിയാമായിരുന്നു. സത്യത്തിൽ നീലിമയ്ക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഗീതയെ അത് ബാധിക്കുമായിരുന്നില്ല. പക്ഷേ അശ്വിനും സിദ്ധാർത്ഥും എന്തെങ്കിലും അപകടം വരുന്നത് അവർക്ക് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ഇതെല്ലാം ഓർത്തുകൊണ്ട് ഗീത അവിടെ തന്നെ ഇരുന്നു. ഭൈരവ് ഇതുവരെ നടന്ന കാര്യങ്ങൾ ഓർത്തു നോക്കുകയായിരുന്നു. ഗീത തൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നീലിമയ്ക്ക് തന്നെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് അവനറിയാം. ഇതിനെല്ലാത്തിനും കാരണം നീലിമയാണ്. എല്ലാം നിർത്തി ഒതുങ്ങിയതായിരുന്നു താൻ. അവൾ തന്നെ കാണാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവൻ ആലോചിച്ചു. താൻ അവളുടെ പേരും പറഞ്ഞു ഒരു ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണോ എന്നും പോലും അവൻ ചിന്തിച്ചു. എന്തു തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഭൈരവ് എഴുന്നേറ്റു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ ഗീത പരിഭ്രമത്തോടെ അവനെ നോക്കി. ഇതേ സമയം നീലിമയുടെ വീട്ടിൽ സിദ്ധാർത്ഥ അസ്വസ്ഥതയോടെ ഫോൺ എടുത്തുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു.
ആരെയാ വിളിക്കുന്നത്? നീലിമ ചോദിച്ചു. ഞാൻ ആരെ വിളിച്ചാലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. മാത്രമല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരാണ് എന്നെ വിളിക്കുന്നത് എന്നൊന്നും എന്നെ ഇടയ്ക്ക് ചോദിക്കരുത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സിദ്ധാർത്ഥ രൂക്ഷമായാണ് അത് പറഞ്ഞത്. നീലിമയെ അത് വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. അവൻ അവളുടെ നേർക്ക് നോക്കി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിളിക്കരുത്. അങ്ങനെ ചെയ്താൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അച്ഛനെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായി വീണ്ടും അടുക്കാൻ തന്നെ തീരുമാനിച്ചോ? എന്തിനാ അച്ഛനെ വിളിക്കുന്നത്? അദ്ദേഹം ഇവിടെ വന്നതാണല്ലോ. അപ്പോൾ സംസാരിക്കാൻ പാടില്ലായിരുന്നോ? അവൻ ചോദിച്ചു. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് അവർ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളും മറ്റു തെളിവുകളും പോലീസിനെ അറിയിക്കാൻ ശ്രമിക്കരുതെന്ന് പറയാനാ. അദ്ദേഹം ഇവിടെ നിന്ന് പോയിരുന്നത് എന്ന് അത് പറയാനാ എന്ന് എൻ്റെ മനസ്സ് തോന്നി. നീലിമ, നീ വല്ലാതെ ബോറാവുന്നുണ്ട്. എനിക്കതിപ്പോൾ സഹിക്കാനാവുന്നില്ല, സിദ്ധാർത്ഥ് രൂക്ഷമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമ വല്ലാതെയായി. അവൾ അവനെ നോക്കി പറഞ്ഞു, എന്താ എന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഉണ്ട്, തോന്നുന്നുണ്ട്. ഏത് നശിച്ച നേരത്താണോ എന്തോ എനിക്ക് നിന്നെ കേട്ടാൻ തോന്നിയത്. സിദ്ധാർത്ഥ് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തി. അതും കേട്ട് നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്നെ മടുത്തു എന്നാണല്ലേ പറഞ്ഞു വരുന്നത്? സിദ്ധാർത്ഥ് ആകെ നിലതെറ്റി നിൽക്കുകയായിരുന്നു. അതേ ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. സത്യത്തിൽ നിന്റെ കൂടെ ജീവിക്കുന്നത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടത്. പഴയതുപോലെ ഒന്നുമല്ല നീ. നിന്റെ ഈ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തി. നീലിമ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാനാവാതെ നിന്നു. സിദ്ധാർത്ഥ് തന്നെ ഒരുപാട് വെറുക്കുന്നു എന്ന് നീലിമ കരുതി. ആ വീട്ടിൽ ഇനി തുടർന്ന് നിൽക്കാൻ കഴിയില്ലെന്ന് അവൾ തീരുമാനിച്ചു.